Hi friends, ഇനി നമ്മൾ പറയാൻ പോകുന്നത് കളക്റ്റീവ് നൗൺസിലെ പുതിയ സെക്ഷനാണ്. പീപ്പിൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ബിവി ഓഫ് ലേഡീസ്, ബിവി ഓഫ് ബ്യൂട്ടീസ്, ബീവിമാർ നമ്മൾ പറയാറുണ്ട്, ഭാര്യമാരാണ് ബീവിമാർ പറയാറ്. ബിവി ഓഫ് ബ്യൂട്ടീസ്, സുന്ദരിമാരായിട്ടുള്ള ആളുകളെ ബിവി എന്നാണ് പറയാം. ബിവി ഓഫ് ലേഡീസ്, സ്ത്രീകൾ നമ്മളെന്ത് പറയും? ബിവി എന്ന് പറയും. ഗിഗിൾ ഓഫ് ഗേൾസ്, ആ ഗിഗിൾ ഓഫ് ഗേൾസ്, ഗിഗിൾ ഐലാൻഡ് എന്ത് ഗേൾ, ഗിഗിൾ ഗീൾ, പ്രൊണൗൺസിയേഷനിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. ഗിഗിൾ ഓഫ് ഗേൾസ്, ഗേൾസിൻ്റെ കൂട്ടത്തെ ഗിഗിൾ എന്ന് പറയുന്നു. വർഷിപ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കളക്റ്റീവ് നൗണാണ് കോൺഗ്രിഗേഷൻ. കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന സമ്മേളനമാണ്. അപ്പോൾ എല്ലാ ആരാധനാലയത്തിലും വർഷിപ്പേഴ്സ് സമ്മേളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് വർഷിപ്പേഴ്സ്. പാക്ക് ഓഫ് തീവ്സ് ആൻഡ് റാസ്കൽസ്, നെഗറ്റീവ് ആയിട്ടുള്ള വിഭാഗമാണ് തീവ്സ്, കള്ളന്മാർ, റാസ്കൽസ് ഒക്കെ. അപ്പോൾ അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കളക്റ്റീവ് നൗണാണ് പാക്ക് ഓഫ് റാസ്കൽസ് ആൻഡ് തീവ്സ്. കാരവൻ ഓഫ് ജിപ്സീസ്, നാടോടി വിഭാഗമാണ് ജിപ്സീസ് എന്ന് പറയുന്നത്. അപ്പോൾ ജിപ്സീസിൻ്റെ കളക്റ്റീവ് നൗണാണ് കാരവൻ. അപ്പോൾ കാരവൻ ഓഫ് ജിപ്സീസ്. സെയിലേഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന കളക്റ്റീവ് നൗണാണ് ക്രൂ ഓഫ് സെയിലേഴ്സ്. സെയിലേഴ്സുമായി സംബന്ധിച്ചിട്ടുള്ള കളക്റ്റീവ് നൗണാണ് ക്രൂ. ട്രൂപ്പ് ഓഫ് സ്കൗട്ട് വിഭാഗത്തിൻ്റെ കളക്റ്റീവ് നൗണാണ് ട്രൂപ്പ്. അപ്പോൾ സ്കൗട്ട് വിഭാഗവുമായി സംബന്ധിച്ചിട്ടുള്ള കളക്റ്റീവ് നൗണാണ് ട്രൂപ്പ്. ആൻ ആർമി ഓഫ് സോൾജേഴ്സ്, ആർമി ഓഫ് ആൻഡ്, ആർമി ഓഫ് കാറ്റിൽപില്ലർ, ആർമി ഓഫ് ഫ്രോഗ്. അതായത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയ വിഭാഗമാണ് സോൾജേഴ്സ്. അതുകൊണ്ട് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും, ആർമി ഓഫ് സോൾജേഴ്സ്. പിന്നെ എക്സെപ്ഷനായി നമ്മൾ മുമ്പ് പഠിച്ചതാണ് ആർമി ഓഫ് ആൻഡ്, ഉറുമ്പ്, ആർമി ഓഫ് കാറ്റിൽപില്ലർ, ചിത്രശലഭ പുഴു, ആർമി ഓഫ് ഫ്രോഗ്, തവള. മോബ് ഓഫ് റൈറ്റേഴ്സ്, ലഹളക്കാരുടെ കൂട്ടത്തെ മോബ് എന്ന് പറയുന്നു. രാജാക്കന്മാരുടെ കൂട്ടത്തെ ലൈൻ എന്ന് പറയുന്നു. റൂളേഴ്സിൻ്റെ കൂട്ടത്തെ ലൈൻ എന്ന് പറയുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കുക, രാജാക്കന്മാരുടെയും റൂളേഴ്സിൻ്റെ കൂട്ടത്തെയും ലൈൻ എന്ന് പറയുന്നു. ബാൻഡ് ഓഫ് റോബേഴ്സ്, കൊള്ളക്കാരുടെ കൂട്ടത്തെ ബാൻഡ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പറയാം ബാൻഡ് ഓഫ് റോബേഴ്സ്, റബ്ബർ ബാൻഡ് ആലോചിക്കുക അല്ലേ, റബ്ബർ. അപ്പോൾ ബാൻഡ് ഓഫ് റോബേഴ്സ്, കൊള്ളക്കാരുടെ കൂട്ടത്തെ ബാൻഡ് എന്ന് പറയും. അപ്പോൾ റബ്ബർ ബാൻഡ് ആലോചിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് റോബേഴ്സ്, ബാൻഡ് ഓഫ് റോബേഴ്സ്. കോയ ഓഫ് സിംഗേഴ്സിൻ്റെ കൂട്ടത്തെ കോയ എന്ന് പറയുന്നു. കോയ പ്രൊണൗൺസിയേഷൻ കോയ എന്നാണ്, പക്ഷേ കൊയർ എന്നാണ് ശരിക്കും എഴുതുമ്പോൾ പറയാറുള്ളത്. സ്റ്റാക്ക് ഓഫ് ലേബറിയൻ, ആംസ്, കോൺ. ലേബറിയൻസിൻ്റെ കൂട്ടത്തെയും അതുപോലെ ആംസ്, കുറേ ആയുധങ്ങളുടെ കൂട്ടത്തെയും അതുപോലെ കോൺ, ചോളത്തിൻ്റെ കൂട്ടത്തെയും സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലേബറിയൻ നമ്മൾ സ്റ്റോക്ക് എടുത്തു എന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ആംസൊക്കെ കൃത്യമായി അടുക്കിയാണ് വെക്കുക, സ്റ്റോക്ക് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ അതുപോലെ കോൺ, ചോളം അത് പൊരിക്കുമ്പോഴും അതുപോലെ കടക്കാരൊക്കെ കൃത്യമായി ഭംഗിയിൽ സ്റ്റോക്ക് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കാം, ഭംഗിയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ. അപ്പോൾ സ്റ്റാക്ക് ഓഫ് ലേബറിയൻ, അതുപോലെ സ്റ്റാക്ക് ഓഫ് ആംസ്, സ്റ്റാക്ക് ഓഫ് കോൺസ്. പിന്നൊരു വിഭാഗമാണ് ഹോർഡ് ഓഫ് സാവേജസ് പറഞ്ഞാൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആളുകൾ. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള നോമാഡിക്കുള്ള പീപ്പിൾസിനാണെന്ന് പറയും ഹോഡ് എന്ന് പറയും. ഹോസ്റ്റ് ഓഫ് ഏഞ്ചൽസ്, മാലാഖമാരുടെ കൂട്ടത്തെ ഹോസ്റ്റ് എന്ന് പറയും. ഹോസ്റ്റ് ഓഫ് സ്പാരോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുരുവിയുടെ കൂട്ടത്തെ ഹോസ്റ്റ് എന്ന് പഠിച്ചു. അതേപോലെ ഹോസ്റ്റ് ഓഫ് ഏഞ്ചൽസ് നേരെ ഓപ്പോസിറ്റ് ഗോസ്റ്റ് എന്ന് ആലോചിക്കാം. ആ ഗോസ്റ്റിലെ ജി മായ്ച്ചു കളഞ്ഞാൽ ഹോസ്റ്റ് ഉണ്ടാവും. ഹോസ്റ്റ് ഓഫ് ഏഞ്ചൽസ്. പോലീസുകാരുടെ കൂട്ടത്തെ പട്രോൾ എന്ന് പറയും. പട്രോൾ ഓഫ് പോലീസ്മാൻ, പോസ് ഓഫ് പോലീസ്മാൻ. അപ്പോൾ പോലീസുകാർ അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ പോസായിട്ട് നിൽക്കാറുണ്ട്, ഓരോ പോലീസുകാരെ പുറത്ത് നിൽക്കാറുണ്ട്. അപ്പം അങ്ങനെ വെച്ച് പോസ് ഓഫ് പോലീസ്. പിന്നെ ആ പോലീസുകാരെ പട്രോൾ നടത്താറുണ്ട്, പട്രോൾ ഓഫ് പോലീസ്മാൻ, പോസ് ഓഫ് പോലീസ്മാൻ. പിന്നെ അടുത്തൊരു വിഭാഗമാണ് ഹോം ഗാർഡ്. അപ്പോൾ സ്ക്വാഡ് ഓഫ് ഹോം ഗാർഡ്, ഒരു പ്രൊണൗൺസിയേഷനിൽ സെയിം ഉണ്ട്. സ്ക്വാഡ് ഓഫ് ഹോം ഗാർഡ്. ഫ്ലോക്ക് ഓഫ് ടൂറിസ്റ്റുകളുടെ കൂട്ടത്തെ ഫ്ലോക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ ടൂറിസ്റ്റുകൾ വരുന്നത് പലപ്പോഴും പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ കാണുന്ന മൃഗങ്ങളാണ് ക്യാമൽ, ഷീപ്പ്, ബേർഡ്, ഡക്ക്. ക്യാമൽ, ഷീപ്പ്, ബേർഡ്, ഡക്ക്. അതുപോലെ ടൂറിസ്റ്റ്. ഈ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തെ നമ്മൾ എന്ത് പറയുന്നു? ഫ്ലോക്ക് എന്നാണ് പറയുന്നത്. കമ്പനി ഓഫ് ആക്ടേഴ്സ്, പ്ലെയേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയും കൂട്ടത്തെ കമ്പനി എന്നാണ് പറയുന്നത്. നമ്മൾ പ്ലെയേഴ്സിനോടും അതുപോലെ ആക്ടേഴ്സിനോടൊക്കെ ഭയങ്കര കമ്പനിയാവാൻ ആഗ്രഹിക്കാറുണ്ട്, സെൽഫി എടുക്കാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ കമ്പനി ഓഫ് പ്ലെയേഴ്സ്, കമ്പനി ഓഫ് ആക്ടേഴ്സ്. പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തെയും അതുപോലെ ആക്ടേഴ്സിൻ്റെ കൂട്ടത്തെയും കമ്പനി എന്ന് പറയുന്നു. കാസ്റ്റ് ഓഫ് ആക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ എന്ത് പറയുന്നു? കാസ്റ്റ് ഓഫ് ആക്ടേഴ്സ്. ഇനി അടുത്താണ് ഗാങ് ഓഫ് കൺവിക്ട്, കുറ്റാരോപിതരുടെ കൂട്ടത്തെ ഗാങ് എന്ന് പറയുന്നു. ഗാങ് ഓഫ് തീവ്സ്, കള്ളന്മാരുടെ കൂട്ടത്തെ ഗാങ് എന്ന് പറയുന്നു.
ഗാങ് ഓഫ് പ്രിസണേഴ്സ് ജയിൽവാസികളുടെ കൂട്ടത്തിൽ ഗാങ് എന്ന് പറയുന്നു. ഗാങ് ഓഫ് ലേബറേഴ്സ് വർക്ക്മാൻ. ഇതിൽ മെയിനായിട്ട് നെഗറ്റീവ് സ്വഭാവമുള്ളത്, അതായത് തീഫ്സ് കള്ളന്മാർ നെഗറ്റീവാണ്, സ്ലേവ് അടിമകൾ നെഗറ്റീവാണ്, അതുപോലെ കൺവിക്ട് കുറ്റാരൂപിതരായ ആളുകൾ ഇവർ നെഗറ്റീവാണ്. അങ്ങനെ നെഗറ്റീവുള്ള വിഭാഗത്തെ ഗാങ് എന്ന് പറയുന്നു. അതിൽ പോസിറ്റീവായിട്ടുള്ള ലേബേഴ്സ് അവർ ഭയങ്കര ഒത്തൊരുമയാണ്. അപ്പോൾ നെഗറ്റീവുള്ള ആളുകളും കുറച്ച് ഒത്തൊരുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടാണ് ഗാങ് എന്ന് ആലോചിച്ചാൽ മതി. ഗാങ് ഓഫ് തീവ്സ് കള്ളന്മാരുടെ കൂട്ടം ഗാങ്, ഗാങ് ഓഫ് കൺവിക്ട് കുറ്റാരൂപിത കൂട്ടത്തെ ഗാങ് എന്ന് പറയുന്നു, ഗാങ് ഓഫ് പ്രിസണേഴ്സ് ജയിൽവാസികളുടെ കൂട്ടത്തെ ഗാങ് എന്ന് പറയുന്നു, അതുപോലെ ലേബറേഴ്സ് ഗാങ് ഓഫ് ലേബറേഴ്സ് അതായത് തൊഴിലാളികളുടെ കൂട്ടത്തെ എന്ത് പറയുന്നു, ഗാങ് എന്ന് പറയുന്നു. ബെഞ്ച് ഓഫ് ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്. ബെഞ്ച് ഓഫ് ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിൻ്റെയും ജഡ്ജസിൻ്റെയും കൂട്ടത്തെ ബെഞ്ച് എന്നാണ് പറയുന്നത്. ആ മജിസ്ട്രേറ്റും ജഡ്ജ് എന്ത് ചെയ്യുന്നു, അവർ ബെഞ്ചിൽ ഇരുന്നു കൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പഠിക്കാം. ബെഞ്ച് ഓഫ് ജഡ്ജസ്, ബെഞ്ച് ഓഫ് മജിസ്ട്രേറ്റ്. പാനൽ ഓഫ് ജഡ്ജസ്, പാനൽ ഓഫ് എക്സ്പേർട്ട്. പാനൽ ഓഫ് ജഡ്ജസ്, പാനൽ ഓഫ് എക്സ്പേർട്ട്. അപ്പോൾ അതങ്ങനെ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരു കൂട്ടം ജഡ്ജസിൻ്റെ കൂട്ടത്തെ നമ്മൾ എന്താ പറയുക, പാനൽ എന്ന് പറയും. അതുപോലെ എക്സ്പേർട്ട്, പാനൽ ഓഫ് എക്സ്പേർട്ട് എന്നാണ് പറയുന്നത്. ട്രൂപ്പ് ഓഫ് ആക്ടേഴ്സ്, ഡാൻസേഴ്സ്, സിംഗേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയും ഡാൻസേഴ്സിൻ്റെയും കൂട്ടത്തെ ട്രൂപ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് കളക്റ്റീവ് നോൺസ് ഓഫ് പീപ്പിൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി മെൻറ്ററിസ്റ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.